ഹായ്, ശ്രീനാരായണ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ അസൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. നോർമൽ പ്രോസസ്സായിട്ട് പറയുന്നതാണ്. തന്നെയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് അസൈൻമെൻറ്റ് എന്ന് കാണുന്നത്. സ്റ്റുഡൻറ്റ് സർവീസ് ഹിസ്റ്ററി ഓർ ആക്ഷൻ ആൻഡ് റിക്വസ്റ്റ്സ് എന്ന് പറയുന്ന ഏരിയയുടെ താഴെയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ അസൈൻമെൻറ്റ്സ് എന്ന് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി ഇവിടെ അസൈൻമെൻറ്റിൻ്റെ നമ്മുടെ ഏത് സെമസ്റ്റർ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമും നമ്മുടെ അതുപോലെ തന്നെ സെമസ്റ്ററും കാണാൻ പറ്റും. സെമസ്റ്റർ നമ്മൾക്ക് ഡ്രോപ്പ് ഡൗൺ നിന്ന് എടുക്കാൻ പറ്റും. നമ്മുടെ ഏത് സെമസ്റ്റർ ആണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളത് എടുക്കുക. ഞാനിപ്പോൾ 4th സെമസ്റ്ററാണ് ചൂസ് ചെയ്തത്. ഇവിടെയാണ് നമുക്കിപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ ഒന്ന് കൊടുക്കാം. ഓക്കെ, വ്യൂ ഒന്ന് കൊടുത്തതിന് ശേഷം കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡാറ്റ വരും. ഞാനിപ്പോൾ ഓൾറെഡി ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഞാൻ മുന്നേ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ് എന്തെങ്കിലും എനിക്ക് കാരണം ഉണ്ടെങ്കിൽ അത് മാറ്റണമെങ്കിൽ അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നത്. നമുക്ക് ആദ്യം തന്നെ പുതിയൊരു അസൈൻമെൻറ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യുമെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് വ്യൂ അസൈൻമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓപ്ഷൻ വരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള. ഓക്കെ, ഇവിടെ നമുക്ക് അതിന് ശേഷം വ്യൂ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺലൈൻ സബ്മിഷൻ ആൻഡ് ഓഫ്ലൈൻ സബ്മിഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഓഫ്ലൈൻ സബ്മിഷൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഓഫ്ലൈൻ സബ്മിഷനാണ് കൊടുക്കുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് അടിക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു ഇൻ്റർഫേസ് വരും. നിങ്ങൾ ഓഫ്ലൈൻ സബ്മിഷൻ സക്സസ്ഫുള്ളി ചെയ്തു എന്നുള്ളൊരു സാധനം വരും. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഓഫ്ലൈൻ സബ്മിഷൻ എവിടെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ലേണിംഗ് സെൻറ്ററിലോട്ട് ആ ഒരു സ്ക്രീൻഷോട്ടിൽ ജസ്റ്റ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് വെക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി റൂളുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു പ്രൂഫ് കണക്ക് നിങ്ങൾ അതും കൂടെ കൊണ്ടുപോകണം. ഓക്കെ, അതാണ് ഓഫ്ലൈൻ സബ്മിഷൻ്റെ കേസ് വരുന്നത്. ഓഫ്ലൈൻ സബ്മിഷൻ എന്താ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഇവിടെ ഫൈനൽ സബ്മിഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓഫ്ലൈൻ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ. അവിടെ ഞങ്ങൾക്കിപ്പോൾ ഓൺലൈനിലാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഓൺലൈൻ സബ്മിഷൻ തന്നെ കൊടുക്കാം. ഓൺലൈനാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ഓൺലൈൻ സബ്മിഷൻ കൊടുക്കുന്ന ആൾ ഇവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഏതാണെന്ന്, ഇപ്പോൾ ഇത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഏതാണെന്ന് നമുക്ക് എന്തായാലും ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഏതെങ്കിലും മാർക്ക് ചെയ്തിട്ട് തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്ന് ഞാനിവിടെ കൊടുക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ജസ്റ്റ് അതിന് മുന്നേ നിങ്ങൾക്ക് ഇത് വ്യൂ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ എല്ലാ പേജും നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നിങ്ങൾ കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ബാക്ക് അടിച്ചിട്ട് വരാം. ബാക്ക് അടിച്ചിട്ട് പിന്നെ ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യുവർ അസൈൻമെൻറ്റ് ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങളോട് ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ, നെക്സ്റ്റ് ഒന്നുകൂടെ നിങ്ങൾ വ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും രണ്ടാമത്തെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ചേഞ്ച് വരുത്തിയതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതൊന്നുകൂടെ ഇവിടെ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ജസ്റ്റ് പോയിട്ട് നിങ്ങൾക്ക് ഏത് അതാണ് എന്തെങ്കിലും മാറ്റം നിങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോയി, പേജിൻ്റെ ഇഷ്യൂ അങ്ങനെ ഏതെങ്കിലും കാരണം കൊണ്ട് മിസ്റ്റേക്ക് പറ്റിപ്പോയാൽ അത് നിങ്ങൾക്ക് ഇവിടെ വീണ്ടും റീ അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും റിമാർക്സ് കൊടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും വീണ്ടും അപ്ലോഡ് ചെയ്യാനുള്ള റീസൺ. ഓക്കെ, ഇത് ചിലപ്പോൾ ഒരു തവണകൾ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉള്ളൂ. അതും കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ അസൈൻമെൻറ്റ് എഴുതിയതിന് ശേഷം അതിൻ്റെ മാർക്കും കുറച്ചൊരു 2 month 3 monthന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കറൻ്റ്ലി ഇപ്പോൾ ഓൺലൈൻ സബ്മിഷൻ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു അത്ര. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ മാർക്കൊന്നും ഇവിടെ അവൈലബിൾ അല്ലായിരിക്കും. കാരണം മുന്നേ ഒക്കെ ഞാൻ ഓഫ്ലൈൻ മാത്രമായിരുന്നു സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. മറ്റൊരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ബൈ.